വാറ്റ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രയോജനങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് വാറ്റ് ഗ്രൂപ്പിംഗ്? അതായത് ഒന്നിലധികം കമ്പനീസിന്റെ വാറ്റ് രജിസ്ട്രേഷൻ ഒരു കോമൺ കൺട്രോളിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നതിനെയാണ് ടാക്സ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൽ പാരന്റ് കമ്പനിയെയാണ് റെപ്രസെന്റേറ്റീവ് മെമ്പർ എന്ന് വിളിക്കുക. വാറ്റ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് കൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഉപകാരങ്ങൾ എന്താണ്? എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുന്നത്? ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ ടാക്സ് റിട്ടേൺ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്കൊരു സിംഗിൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. പിന്നെ വരുന്നത് ഇന്റേണൽ ട്രാൻസ്ഫേഴ്സ് വാറ്റ് എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് അക്കൗണ്ടിങ് ഈസി ആവും. ടാക്സ് കംപ്ലയൻസസ് കുറയുന്നത് കൊണ്ട് നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ VAT ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാം. പിന്നെ നമ്മുടെ വാറ്റ് ട്രീറ്റ്മെന്റ് സെൻട്രലൈസ് ചെയ്യാം. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ബെനിഫിറ്റ്സ്. കോർപ്പറേറ്റ് ടാക്സും ഇതുപോലെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് ടാക്സ് ഗ്രൂപ്പിംഗും VAT ഗ്രൂപ്പിംഗും തീർത്തും രണ്ട് റെജീമാണ്. കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ തന്നെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകൾക്ക് ധാരണക്കുറവുണ്ട്. തികച്ചും വ്യത്യസ്തമായ രണ്ട് പോളിസീസ് ആണ്.